നമസ്കാരം. ഒരാളെ 12 മണിക്ക് ശേഷം ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറയണോ, ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയണോ എന്നുള്ളത് വിദ്യാർത്ഥി കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ആശങ്കയായി. അതേപോലെ ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞു തുടങ്ങേണ്ടത് എത്ര മണി മുതലാണ്? ഒരാൾ ഹൗ ഡു യു ഡു എന്ന് ചോദിക്കുമ്പോൾ തിരിച്ചും അതേ ചോദ്യം ചോദിക്കണോ? മറുപടിയായി ഐ ആം ഫൈൻ എന്ന് പറയണോ എന്നുള്ളതും ആ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ഒരു ആശങ്കയായി. ഒരാളെ ഏത് സമയത്ത് കണ്ടുമുട്ടിയാലും നമസ്തേ അല്ലെങ്കിൽ നമസ്കാരം എന്ന് പറഞ്ഞിരുന്ന നമുക്ക് ഇതൊന്നും ഒരിക്കലും ആശങ്കകളാവേണ്ട കാര്യമുണ്ടായിരുന്നില്ല. നേരെ മറിച്ച് നമ്മുടെ ഉപമയും ഉൾപ്രേക്ഷയും കാകളിയും മഞ്ചരിയും ഒന്നും ഒരു കാലഘട്ടത്തും അമേരിക്കയിലെയും ബ്രിട്ടനിലെയും വിദ്യാർത്ഥികൾക്ക് വേവലാതികളാവാനും പോകുന്നില്ല. ഒരാളെ ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ നമസ്തേ അല്ലെങ്കിൽ നമസ്കാരം എന്ന് പറയുന്നതിന് പകരം ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പം എന്ന ചോദ്യം സ്വാഭാവികമായി വരുന്നത്. അതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല എന്നുള്ളതാണ് മറുപടി. എന്നാൽ തമസോമാ ജ്യോതിർഗമയ എന്ന് പ്രാർത്ഥിച്ചിരുന്ന നമ്മൾ വിളക്കൂതിക്കെടുത്ത് കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിക്കുന്നതിലേക്ക് മാറിയിരിക്കുന്നത് ഒട്ടും ആശാസ്യമല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആഗോളീകരണത്തിന്റെ കാലത്ത് ഇത്തരം കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയില്ലേ എന്ന ചോദ്യം സ്വാഭാവികമായി ഉയർന്നത്. തീർച്ചയായും സാംസ്കാരികമായ ഇത്തരം കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവാം. എന്നാൽ നമ്മുടെ സംസ്കാരത്തിന് ക്ഷതമേൽപ്പിക്കുന്ന സാംസ്കാരികമായ വാങ്ങലുകൾ തീർച്ചയായും നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. ഈ കാര്യത്തിൽ നമ്മൾ ജാഗരൂകരാകുന്നില്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക തനിമ തന്നെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നന്ദി.